അതാണ്ട് ഇങ്ങോട്ട് അതോട്ട് കിടത്തല്ലേ കിടത്തല്ലേ പിടിച്ചോ ആ മൂത്തി അത് ഓർമ്മ ഒരാളെ നീ പറഞ്ഞ അവിടെ അടച്ചോ വാ ആ ശകലം കൂടെ വേണ്ട വണ്ടി ഓടിക്കാനുള്ള ഇതാ വായിലോട്ട് വെച്ചോട് അച്ഛൻ വലിക്കില്ല അത് പണ്ടല്ലേ ഇടൂ ഇതങ്ങോട്ട് പോയി വല്ലവന്റെയും വായിച്ചെന്ന് വീണാ നമ്മള് വെള്ളത്തിലാവാച്ചാനെ അല്ലെങ്കിൽ ഇനിയിപ്പോ എന്താന്ന് വലിക്കേ ഉറങ്ങല്ലേ വണ്ടി ഓടിക്കുമ്പോ ഉറങ്ങരുത് കേട്ടാ അല്ല ഉറങ്ങരുത് ഒരു 12 മണിക്ക് എത്തുമോ ആ നോക്കട്ടെ ഈ 3 പേരുടെ ശവം നോക്കി എത്തിയോ എവിടെ വടകര എത്തും വടകരയിൽ ഞാൻ വഴി നടക്കുമ്പോൾ വടകരയിൽ ഞാൻ അട്ടിപ്പിട്ടി നടക്കുന്നു ഞാൻ വഴി നടക്കുമ്പോ അട്ടിപ്പിട്ടി നടക്കുന്നു വടകരയിലുള്ള വഴിയിലോടുമ്പോ വെള്ളത്തിലാക്കല്ലേ കൈയും കാലിന് വെറുതെ ഞങ്ങളുടെ കാശ് തന്ന് ഞങ്ങളെ പറഞ്ഞു വിടും അത് കഴിഞ്ഞിട്ട് മതി മടക്കലും നൂർക്കലും ഒക്കെ ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ലല്ലോ 2500 പോരെ ചങ്ങാതി സ്വന്തം തന്തയുടെ ശവം കൊണ്ടുവരുമ്പോഴെങ്കിലും പിച്ചത്തരം കാണിക്കാടൂ മൊത്തമുണ്ടല്ലോ ഞങ്ങള് പോയിട്ട് മതി അവരെ വിളിച്ചുടത്തുന്നത് വെറുതെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് ഞങ്ങള് പോവാ അപ്പൊ ഞങ്ങള് പോട്ടെ ഹലോ അപ്പൊ ഞങ്ങള് ആയിരം പൊൻപണം വീണു കിട്ടി നമുക്കായിരം പൊൻപണം വീണു കിട്ടി ആലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ 1000 പൊൻപണം വീണു കിട്ടി 1000 പൊൻപണം വീണു കിട്ടി നമുക്കായിരം പൊൻപണം വീണു കിട്ടി ആലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ 1000 പൊൻപണം വീണു കിട്ടി ലാബു എന്താ പറ്റിയടാ പറച്ചനെ ചതിച്ച എന്താ പറ്റിയടാ നോക്കട്ടെ നീ എന്താ ആക്സിൽ ഓടിഞ്ഞ കേട്ടാ അയ്യോ നിന്റെ കൂടെയൊക്കെ ഈ വണ്ടി കയറിയ എന്നെ പറഞ്ഞാ മതി ഇവിടെ അടുത്ത് വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ നോക്കാം വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്ന കാര്യമില്ല നേരം വെളുത്ത് പുതിയ ആക്സിൽ വാങ്ങിച്ചു വന്നാലേ നന്നാക്കാൻ പറ്റൂ 500 രൂപയും പോയി ഉറക്കവും പോയി 500 രൂപ പോന്നേ പോട്ടെ ബാക്കി 2500 ഉണ്ടല്ലോ ഉറക്കം കളയാൻ ഞാനില്ല ഞാൻ ഉറങ്ങാൻ പോവാ ചെന്നേരം ഉറങ്ങ ഓ ഗുഡ് നൈറ്റ് സാറേ സാറേ തീപ്പെട്ടി ഉണ്ടോ
ആ തന്ത, ആ പഴം തന്ത. എവിടെ? അയ്യോ അവിടെ തന്തയൊന്നുമില്ല. നീ ചുമ്മാ സ്വപ്നം കണ്ടതാ. എന്റെ അടുത്ത് തീപ്പെട്ടി ചോദിച്ചോണ്ട് വന്നു. നീ സ്വപ്നം കണ്ടാന്ന് ചുമാരി. ഞാൻ ഈ കാറി കിടക്കത്തില്ല. ഇതിന്റെ അകത്ത് ഇപ്പോഴും ശവത്തിന്റെ മണം ഉണ്ട്. ഞാൻ എന്റെ വീട്ടിൽ പോവാ. പാതിരാത്രിക്ക് വണ്ടി ഒന്നും കിടക്കില്ല. നീ എവിടെ കിടക്കാൻ നടന്നു പോയിക്കോളാം. നിക്കേ. നമുക്ക് ആ കടപ്പുറത്ത് പോയി കിടക്കാം. ആ തന്ത അതുകൊണ്ട് ഒണ്ണ നീ ക്ലാസ് കയറിയിട്. ഈ നാശത്തിനെ പിടിച്ച് വണ്ടി. ആൾക്കാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? എന്താടാ? പണ്ട് സെമിത്തേരി പോയി ഒറ്റയ്ക്ക് കിടക്കാന്ന് പറഞ്ഞ് വാത് വെച്ചിട്ടുള്ളവനാ ഞാൻ. എന്നിട്ട് കിടന്നിട്ടുണ്ടോ? അടുത്തവരെയൊക്കെ പോയി കിടക്കും. തല്ലി കൊന്നുകൊണ്ടേ നടണം. നല്ല ഉറക്കാൻ പറ്റതാ. അത് കളഞ്ഞു. ആ സാധനത്തിന്റെ മുഖം ഞാൻ ശരിക്കും കണ്ടതുപോലെ ഉണ്ട്. ഇക്കണക്കിന് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവന്മാരുടെ കാര്യം സമ്മതിക്കണം. എന്താണ് ദൂണ്ട കണ്ടോ? അയാളാണോ? എന്താ ഒരു ലൈറ്റ് ഞാൻ കണ്ടു. അത് പെട്ടെന്ന് കാണുന്നു. കടലിൽ പോയി ചത്താരെങ്കിലും ആണോ? തേങ്ങാക്കൊല. ഇപ്പൊ ഞാനും കണ്ടു. ദോണ്ടേ നമുക്ക് പോവാം. കുറച്ച് കഴിയട്ടെ. ചിലപ്പോ വല്ല സ്മഗ്ലിംഗ് പാർട്ടികളും ആയിരിക്കും. അതൊക്കെ പറടാ. അവന്മാര് കേട്ടാ വലിയ കുഴപ്പമാണ്. ഇപ്പൊ പ്രയത്നക്കാരിലും വലിയ പുലിവാലായിട്ടോ ടീച്ചറാ. ദൂണ്ട ഒരാള് ആണോ? എവിടെ? ശിവ ദൂണ്ട അവിടെ. അവിടെ അവിടെ രണ്ട് കാല്. അയ്യോ കാലോ? നോക്ക്. യൂസഫ്, ഫ്രാൻസിസ്, സീബർ ജേക്കബ് കാറിലുണ്ട്. ചരക്കെത്തിയിട്ടില്ല. 2 ദിവസം ലേറ്റ് ആവും. അതെന്താ? ബോംബെ കസ്റ്റംസ് ഇത്തിരി സ്ട്രോങ് ആണ്. അതുകൊണ്ട് നിഷ വഴി മാറിയാണ് വരുന്നത്. ഓഹോ. എന്തായാലും ശനിയാഴ്ച രാത്രി സാധനം ഇവിടെ എത്തിയിരിക്കും. ആ. കൊച്ചിയിൽ 2 ആൾ കൂടി മെസ്സേജ് കൊടുക്കാനുണ്ട്. ഞാൻ വരട്ടെ. ഓക്കെ. സി. നമ്മളെ കണ്ടിരുന്നേ കൊന്നേനെ അവര്. ഇന്നാരെ കണി കണ്ടാണാവോ ഇറങ്ങിയത്? അവന്മാരുടെ വണ്ടിയാണെന്നാ തോന്നുന്നത്. എന്തു പറ്റി? വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു. ഓ, ഈ രാത്രി നീ എന്ത് ചെയ്യും? ടൗണിലോണെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, വണ്ടി ഒറ്റയ്ക്കിലിട്ട് പോകാൻ പേടി. വേറെ എന്തെങ്കിലും സഹായം വേണോ? ഓ വേണ്ട. എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ. ഓ. കണ്ട കള്ളക്കടത്തുകാരാണെന്ന് പറയത്തില്ല. നല്ല മനുഷ്യരല്ലേ? എന്താ കള്ളക്കടത്തുകാർ കോമ്പുണ്ടോ? അവര് മനുഷ്യർ തന്നെ. ശനിയാഴ്ച രാത്രി ഇവിടെ വന്നാ ഈ പരിപാടി എങ്ങനെ നടക്കുന്നെന്ന് കാണായിരുന്നു. അയ്യോ ഞാനില്ലേ. ഒരു സൂത്രം ഉണ്ടായിരുന്നു. ഈ സ്വർണം വന്ന് ഇറങ്ങുമ്പോ പോലീസ് വേഷത്തിൽ നമ്മൾ ഇടയിലോട്ട് ചാടും. അപ്പൊ അവര് ജീവനും കൊണ്ടോടും. നമ്മൾ ഒരു പെട്ടി സ്വർണമായിട്ട് അങ്ങ് മുങ്ങും. എത്ര ലക്ഷം രൂപ കിട്ടുമല്ലേ? നമ്മളും മുങ്ങേണ്ടി വരും. 3 ദിവസം കഴിയുമ്പം പൊങ്ങും. ചത്തു പഴുത്ത് നല്ല 2 പൂവമ്പഴങ്ങള് ദൂണ്ട് അവിടെ. ചേടാ, കാശുണ്ടാക്കാൻ ഈ പാടുമല്ലോ പെടണോ? ഈ കാര്യം ചെന്ന് കസ്റ്റംസ് പറഞ്ഞാ പോരെ? പറഞ്ഞതുപോലെ അതൊരു ഐഡിയ ആണല്ലോ. റിസ്ക്കും കുറവ്. നമ്മൾ വിവരം കൊടുക്കുന്നു, കസ്റ്റംസുകാർ വന്ന് സ്വർണം പിടിക്കുന്നു. പിടിച്ചെടുത്ത സ്വർണത്തിന്റെ വിലയുടെ 20% നമുക്ക് കിട്ടുന്നു. 10 ലക്ഷം രൂപയുടെ സ്വർണം ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ. എന്റെ അമ്മോ, നമുക്കതങ്ങ് കാച്ചാം. അവരെങ്ങാനും അറിഞ്ഞാൽ നമ്മളെ കാച്ചൊന്നു മാത്രമല്ല, നമ്മുടെ കുടുംബം കൂടെ കുളം തോണ്ടും. എടാ, അത് അവരറിഞ്ഞാലല്ലേ. ഇതെങ്ങനെ അറിയാനാ? ഇൻഫോർമറെ പറ്റി ഒരു വിവരവും അവർ പുറത്തു വിടത്തില്ല. അതെല്ലാം ഡിപ്പാർട്ട്മെന്റിലെ ഡെഡ് സീക്രട്ട് ആയിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം. നീ സീരിയസ് ആയിട്ട് പറയുന്നു? അതെ. എടാ, നമ്മൾ രക്ഷപ്പെടൂടാ. ഭാഗ്യം ആ തന്തയുടെ ശവത്തിന്റെ രൂപത്തിൽ വന്ന് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ച. അല്ലെങ്കിൽ നമ്മളിവിടെ വരാനും ആക്സിൽ ഒടിയാനും നമ്മളെ സ്വപ്നം കാണിച്ച് പേടിപ്പിച്ച് പുറത്തിറക്കി ഇതൊക്കെ കാണിക്കാനും
അവസരം ഉണ്ടായതെങ്ങനെ? തീക്കളിയാവൂ. ഒരു മണ്ണാങ്കട്ടയില്ല. എല്ലാം ഞാൻ ഏറ്റു. നിനക്ക് എന്റെ കൂടെ നിൽക്കാം. ഞാൻ നിൽക്കാം. ഇങ്ങനൊരു ഐഡിയ തോന്നിയപ്പോ നിന്റെ മനസ്സ് വെച്ചാ പോരെ? അത് അബുവിനോട് പറയാൻ പോയത് എന്തിനാ? ഇപ്പൊ പകുതി അവനും കൊടുക്കണ്ടേ? കൊടുക്കണം. എടാ ബുദ്ധി വേണം, ബുദ്ധി. എനിക്ക് ഇത്ര ബുദ്ധിയേ ഉള്ളന്നേ. ഇതിന്റെ ഒരു പങ്ക് കിട്ടണമെന്ന് വലിയ ആർത്തിയൊന്നും അബുവിനില്ല. എങ്കിലും അവൻ പിന്മാറിക്കോട്ടെ. നമുക്ക് ഇൻഫോം ചെയ്യാം. നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണെങ്കിൽ ഞാനിവിടെ വരാം. കിട്ടണം നമുക്ക് ഒന്നിച്ചു പങ്കുവെച്ചുകൂടെ? ഇങ്ങനെയുണ്ടോ ഒരു അത്യാഗ്രഹം? ഇൻഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അബു ഉണ്ടാവും കൂടെ. ഇവൻ ഇത് ആർക്കും ഉപകാരമില്ലാതാക്കും. ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതിയും തന്നെയാണ് എനിക്കും. കുഴപ്പമുണ്ടാവണ കാര്യമാണെങ്കിൽ നമുക്ക് വേണ്ട ആ കാശ്. ഇനി എന്താ ആലോചിക്കാനാ? ആലോചിച്ചിരുന്നു. മിടുക്കന്മാര് ചരക്ക് കൊണ്ടുപോകും. ഇതാണേ പണ്ടുള്ളവര് പറയണത്, എറിയാൻ അറിയാവുന്നതിന്റെ കയ്യിൽ വടി കൊടുക്കണം. ഞാൻ വടി ബാലേട്ടന്റെ തരാം. ബാലേട്ടൻ അങ്ങോട്ട് എറി. അബു വന്നല്ലോ. എന്റെ അബു, ഇവന്റെ കാര്യം വിട്. ഇവൻ അത്രയ്ക്കുള്ള വൈഫവേ ഉള്ളൂ. നീ ഇതുമാതിരി ആയിപ്പോയല്ലോ. ഇതുപോലൊരു ചാൻസ് ഈ ജന്മത്ത് കിട്ടുമോ? സംഗതിയൊക്കെ ശരിയാ. എന്നാലും ചെയ്യണതൊരു ചതിയാണെന്ന് ആലോചിക്കുമ്പോ. ചതിയോ? ഇതാപ്പോ നന്നായേ. നാടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തുരങ്കം വയ്ക്കുന്ന കള്ളക്കടത്തുകാരെ പിടിക്കാൻ സഹായിക്കുന്ന എങ്ങനെയാ ചതിയാവുന്നേ? ഇതൊരു സാമൂഹ്യ സേവനം കൂടിയാണ്. കാശിന്റെ കാര്യം വിട്. രാഷ്ട്രബോധമുള്ള ചെറുപ്പക്കാരെന്ന നിലയിലെങ്കിലും നമ്മൾ ഇതിന് അനുവദിക്കാമോ? അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തേ? എത്ര മണിക്ക് ഏത് സ്ഥലത്ത് വെച്ച് അതിനെക്കുറിച്ച് അവർ വല്ലതും സംസാരിച്ചോ? ശനിയാഴ്ച രാത്രി എത്തും എന്ന് മാത്രമേ ശരിക്ക് കേട്ടുള്ളൂ അല്ലേ? ആ അത് ശരി. ബെനിഫിറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഒരാളുടെ പേരിൽ വേണോ അതോ രണ്ടാളുടെയും പേരിൽ വേണോ? ആരുടെയെങ്കിലും ഒരാളുടെ പേരിൽ മതി. ശിവശങ്കരന്റെ ഇനീഷ്യൽ? പി. അഡ്രസ്? സാർ, രഹസ്യമായിരിക്കുമല്ലോ. ഷുവർ ഷുവർ. ഫോട്ടോഗ്രാഫർ കം. കുറച്ചിങ്ങോട്ട്, ഇങ്ങോട്ട്. സാർ പ്ലീസ്. സാർ കൂടെ. അമ്മേ, അമ്മേ, എടി പ്രേമേ, അമ്മേ. എന്താടാ? അമ്മേ, എന്താ പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ? പേടിപ്പിക്കും, ഞാൻ എല്ലാരും പേടിപ്പിക്കും.
ഈ പൂക്കാട്ടുശ്ശേരി ശിവശങ്കരന്റെ ഒരു വിലയില്ലേ? ലോട്ടറി വല്ലതും അടിച്ചേട്ടാ? ലോട്ടറി ആർക്ക് വേണം ലോട്ടറി? അമ്മ ഇനി പാലൊന്നും പുറത്ത് കൊടുക്കണ്ട, നമുക്ക് കുടിക്കാനുള്ള പാലേ ഇവിടെ ഉള്ളൂ. ഈ കാര്യം പറ. അമ്മ ഇത് നോക്കമ്മേ, 1 കോടിയുടെ സ്വർണം പിടിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 20 ലക്ഷമാ. 20 ലക്ഷം? എനിക്ക് 10 ലക്ഷം, അബുവിന് 10 ലക്ഷം. എന്റെ ഈശ്വരാ. ഈശ്വരാന്ന് വിളിക്കാതെ അമ്മേ, ശിവശങ്കരാന്ന് വിളിക്കേ. കല്യാണം കഴിക്കാൻ റെഡി ആയിക്കോ. അല്ല, ഒരു മിനിറ്റ്. അപ്പേ അബു, എന്താ ശിവ? ഇടി നിന്റെ കെട്ടിൽ ലക്ഷപ്രഭാവം പോകുന്നു. അബു പിടിച്ചാ 1 കോടിയുടെ സ്വർണം പിടിച്ചു. എന്താണ് പിള്ളേർക്ക് നമ്മുടെ കാലം തെളിഞ്ഞു വയസ്സും ശിവൻകുട്ടിയെ പടച്ച തമ്പുരാനെ, ഇത് മൊയ്ത്ത ഭ്രാന്തന്റെയാണ് കേട്ടോ. അമ്മേ, എടുത്തു വന്നിരിക്കുന്നു. എടുത്തിട്ട് തടി കൂടി വരും കേട്ടോ. മിനിക്കുട്ടിയെ കൊണ്ടുവന്നില്ലേ മോളെ? അവൾക്ക് ക്ലാസ് ഉണ്ടമ്മേ. ഇന്നാള് ബാലേട്ടൻ വന്നപ്പോ ഞാൻ വരാൻ പുറപ്പെട്ടതാ. സമ്മതിക്കണ്ടേ? എനിക്ക് സങ്കടം വന്നു. അത് പിന്നെ അമ്മയുടെ അടുത്ത് വരുമ്പോ 2-3 ദിവസം താമസിക്കാനുള്ള ഒരുക്കത്തിൽ വേണ്ടേ വരാൻ. നീ ഒന്ന് വിട്ടു തന്നെ തിരിച്ചു പോകുമ്പോ ആൾക്കാരെന്ത് പറയും? ഏതായാലും ഇപ്പൊ നിന്റെ സങ്കടം തീർന്നല്ലോ. ശിവൻ എന്തി അമ്മേ? അവൻ കോഴിക്കോട് പോയിരിക്കുക. കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ നീ? സംഗതി അത് തന്നെയാണല്ലേ? ആ, പത്രത്തിൽ വാർത്ത കണ്ടു. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുത്ത പാർട്ടിയെ തന്നെയാണ് പിടിച്ചെന്നറിയില്ലല്ലോ. ഉടനെ പുറപ്പെടണമെന്ന് കരുതിയതാ. പക്ഷെ ഓടിക്കറി വരുമ്പോ ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ? ഈശ്വരാധീനം കൊണ്ട് പുറത്താരും അറിഞ്ഞിട്ടില്ല. സമയത്തിന് ബാലേട്ടന് ഇവിടെ ഉണ്ടായത് ഭാഗ്യായി. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പോയി ഇൻഫർമേഷൻ കൊടുക്കാൻ ധൈര്യം ഉണ്ടാവും. പാവം. കാശെന്ന് കിട്ടും. ചെക്ക് ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞാ പോയേക്കണേ. അതുകൊണ്ട് കൂടെ ബാലേട്ട, ശിവനൊരു പിടിപ്പില്ലാത്തവനാ. കാശ് കിട്ടിയ ബാലേട്ടൻ തന്നെ ഒരാഴ്ചയും കൂടി ലീവ് എടുത്ത് വിടുമെന്ന് എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കണം. ആ, ലീവ് കിട്ടുമോ നോക്കട്ടെ. ഞാൻ വരുന്നവരെ ക്ഷമിക്കാൻ തോന്നിയില്ലല്ലോ അവന്. ഇത്രയും കാശ് കൊട്ടിക്ക് എങ്ങനെ കൊണ്ടുപോകും? വാ മോളെ. ഈ പെട്ടിയിലൊക്കെ കൂടി കൊണ്ടില്ലെങ്കിലോ? ഇതുപോലെ വേറൊരു പെട്ടി കൂടെ വാങ്ങിക്കും. നീ 1 ലക്ഷം രൂപ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? യോ, ഞാൻ കണ്ടിട്ടില്ല. 25,000 രൂപ വരെ കണ്ടിട്ടുണ്ട്. നീ കണ്ടിട്ടുണ്ടോ? പിന്നെ എവിടെ? ഞാന് ഒരു ഈ സിനിമയിൽ 21. ബാബാ നമ്മളോ? അങ്ങോട്ട് മാറ്റി വയ്ക്കുക. എവിടെ നോക്കിയാണോ റാസ്കൽസ് പോകുന്നത്? എന്താ പ്രശ്നം? ഒരു പാക്കറ്റ് വിരിസൂടെ ഭാസ്കര. എന്താണ് ആ പേര് കഴിഞ്ഞ പെണ്ണുങ്ങളെമാര് മേലനങ്ങാനൊരു മടി? ആ, എത്രയായി? 9 രൂപ. ചില്ലറ ഇല്ല. ചില്ലറ കാണത്തില്ല. നീ വല്ലതും പറഞ്ഞോ? ആ, ഗുഡ് മോർണിംഗ് സർ. ഏമാൻ എവിടുന്നാണാവോ? എന്നെ സാറിന് എനിക്ക് SI ഒന്ന് കാണണം. നീ ആരാടാ? ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലേ? സ്റ്റേഷന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവന്റെ ഒരു ചവിട്ട് എടുത്തു മാറാൻ വേണ്ടി. ആരെ കൊന്നിട്ടാടാ വന്നത്? സാർ എന്നെയാണ് കൊല്ലാൻ വന്നത്. ആരെ? ആരാണെന്ന് അറിഞ്ഞോട്? ആരോ കാറ് കയറ്റി കൊല്ലാൻ വന്നു. കേരളത്ത്
സാർ ഞാൻ സത്യമാണ് പറയുന്നത്. സത്യമൊക്കെ അകത്ത് ഏമാനോട് പറഞ്ഞാൽ മതി. കേറാ ഇവിടെ വേടാ. ഏതാടാ ഇവൻ? നിനക്ക് എവിടുന്നാ കിട്ടിയത്? എന്റെ കൂട്ടുകാരനാ സാറേ. ഞങ്ങള് ട്രഷറി വന്നാ. എന്താ ട്രഷറിയില് മോട്ടിക്കാൻ വന്നാണോ? പിന്നെ ചെക്ക് മാറാൻ. ചെക്ക് മാറാൻ. അപ്പോ കൈ കാശുണ്ടല്ലേ? ആരൊക്കെയാണെന്ന് കണ്ടാ തിരിച്ചറിയാൻ കഴിയും? കൂളിംഗ് ഗ്ലാസ് ഇട്ട കാറുകളായിരുന്നു. നമ്പറോ? വെപ്രാളത്തിനിടയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല സാർ. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഏതായാലും ഒരു കംപ്ലൈന്റ് എഴുതി തരും, ഒന്ന് അന്വേഷിക്കാം. എന്തെങ്കിലും ഒക്കെ കാണാതിരിക്കും. പോക്കറ്റില് വേറെ അത് കയറി പോടൂ. ഇല്ല, പോക്കറ്റിലൊന്നുമില്ല. ഇല്ല നിക്കേ ഒരു സീറ്റ് വെച്ചിട്ട് പോ. വേണ്ട, വിൽസ. ഞാൻ മേടിക്കില്ല. ചായ വിൽത്താ. വേണ്ട. നീ എന്തോ അവിടെ സുവാസത്തിന് പോയാന്നോ? ഈ കാശും വെച്ചോണ്ട് ഞാനിവിടെ കനലി ചവിട്ടിയല്ല നിൽക്കുന്നത്. അതിനാ നാറി വിടണ്ടേ? എന്റെ 213 രൂപ അയാൾ എടുത്തു. വാ, ബാങ്കിലേക്ക് പോവാ. എന്തോതിനാ? നമുക്ക് വേണ്ടി ബാങ്ക് അവിടെ തുറന്നു വെച്ചിരിക്കുക. ആ സമയം എത്രയും നോക്ക്. അത്രയായോ? നമുക്ക് വീട്ടിലോട്ട് പോവാം. അത് ബുദ്ധിയല്ല. പെട്ടി കാശാണെന്ന് ആരോ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ വീടിനൊക്കെ എന്താ ഒരു അടച്ചുറപ്പ്. അത് ശരിയാ. നമുക്ക് ഹോട്ടലിൽ റൂം എടുത്താലോ? എന്നിട്ട് നാളെ ബാങ്കിൽ 2 അക്കൗണ്ട് തുടങ്ങി ഇത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോവാം, അല്ലെ? അതാ നല്ലത്. നിന്നെ ഹോട്ടലിലാക്കിയിട്ട് ഞാൻ വീട്ടിൽ പോയി വിവരം പറയട്ടെ. അല്ലെ വീട്ടിലുള്ളൊരു വിഷമി. അതെ.